ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ശ്രീ ലളിതാ പഞ്ചരത്ന സ്തോത്രത്തെക്കുറിച്ചാണ്. രത്നം എന്നാൽ ശ്രേഷ്ഠം. ശ്രേഷ്ഠമായ ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. പഞ്ചം എന്നാൽ 5. പ്രധാനമായും 5 ശ്ലോകങ്ങളാണുള്ളത്. അത് രത്നസമാനമായതുകൊണ്ട് പഞ്ചരത്നം. ശ്രീ ലളിതാ പരമേശ്വരിയെയാണ് ഇത് സ്തുതിക്കുന്നത്. അതുകൊണ്ട് ശ്രീ ലളിതാ പഞ്ചരത്നം എന്നതിന് പേര് വന്നിരിക്കുന്നു. ഇത് രചിച്ചിട്ടുള്ളത് ശ്രീമദ് ആദിശങ്കരാചാര്യ ഭഗവത്പാദരാണ്. അദ്ദേഹത്തിൻ്റെ പാദാരവിന്ദങ്ങളിൽ ഒന്ന് പ്രണമിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം. ഇതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ശ്രീ ലളിതാ പഞ്ചരത്നം. പ്രാതഃ സ്മരാമി ലളിതാവദനാരവിന്ദം ബിംബാധരം പൃഥുലമൗക്തികശോഭിനാസം ആകർണദീർഘനയനം മണികുണ്ടലാഢ്യം മന്ദസ്മിതം മൃഗമദോജ്വലഭാലദേശം. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഇവിടെ പറയുകയാണ് പ്രാതഃ സ്മരാമി. പ്രാതഃ കാലത്തിൽ, അതായത് പ്രഭാതത്തിൽ, സ്മരാമി ഞാൻ സ്മരിക്കുന്നു. എന്തിനെയാണ് ഞാൻ സ്മരിക്കുന്നത്? ലളിതാവദനാരവിന്ദം. സാക്ഷാത് ലളിതാ പരമേശ്വരി ദേവിയുടെ വദനാരവിന്ദത്തെ ഞാൻ പ്രഭാതത്തിൽ സ്മരിക്കുന്നു. വദനം എന്നാൽ മുഖം, അരവിന്ദം എന്നാൽ താമര. താമരയ്ക്ക് സമാനമായ മുഖത്തോടു കൂടിയവളാണ് അമ്മ. അമ്മയുടെ ആ മുഖത്തെ ഞാൻ പ്രഭാതത്തിൽ തന്നെ സ്മരിക്കുന്നു. എന്തുകൊണ്ടാണ് പ്രഭാതത്തിൽ ഞാൻ അമ്മയുടെ മുഖത്തെ സ്മരിക്കുന്നത്? അതിനുള്ള കാരണം അമ്മയുടെ പേരിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ലളിത. ലളിത എന്ന വാക്കിന് ക്രീഡിക്കുന്നവൾ എന്നാണ് അർത്ഥം. അമ്മ ക്രീഡിക്കുന്നവളാണ്. എന്താണ് അമ്മയുടെ ക്രീഡ? പ്രധാനമായും 5 പ്രവൃത്തികളാണ് അമ്മ ചെയ്യുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. ഈ 5 കൃത്യങ്ങളും അമ്മ കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. പ്രപഞ്ചം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്ന വ്യക്തിക്ക് നിലനിൽപ്പുള്ളത്. ശരീരം, മനസ്സ്, ബുദ്ധി ഇവയിൽ പരിമിതമായി ശോഭിച്ചു നിൽക്കുന്ന ജീവന് നിലനിൽപ്പുള്ളത് അമ്മ ഈ 5 കൃത്യങ്ങളെയും നിർവഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ നിലനിൽപ്പിന് തന്നെ ആധാരം അമ്മയാണ്. അമ്മ ഈ പ്രവൃത്തികൾ മുഴുവൻ നിസ്സാരമായിട്ടാണ് ചെയ്യുന്നത്, ലാഘവത്തോടു കൂടിയാണ് ചെയ്യുന്നത്. വെറും നോട്ടം കൊണ്ട് തന്നെ ഈ 5 കൃത്യങ്ങളും അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കും. ഒന്ന് നോക്കിയാൽ തന്നെ സൃഷ്ടിക്കാനും നിലനിർത്താനും ഇല്ലാതെയാക്കാനും തിരോധാനം ചെയ്യാനും അനുഗ്രഹിക്കാനും അമ്മയ്ക്ക് സാധിക്കും. അപ്പോൾ ക്രീഡയായിട്ടാണ് ചെയ്യുന്നത്. ഈ പ്രവൃത്തിയൊന്നും അമ്മയ്ക്ക് ഭാരമല്ല. അപ്പോൾ ക്രീഡയായി ചെയ്യുന്നത് കൊണ്ട് അമ്മയുടെ ഇത്രയും ശ്രേഷ്ഠമായ പ്രവൃത്തി വെറും കളിയായിട്ട് അമ്മയ്ക്ക് തോന്നുന്നു. അപ്പൊ അമ്മ കളിക്കുകയാണ്. അതുകൊണ്ട് ലളിത എന്ന പേര് വന്നു. അപ്പൊ എൻ്റെ നിലനിൽപ്പിന് കാരണക്കാരിയായവളാണ് അമ്മ. ഞാൻ ഉണരുന്നത് തന്നെ അമ്മയുടെ കൃപ കൊണ്ടാണ്. ആ ഉണർവ് നിലനിൽക്കുന്നത് അമ്മയുടെ കൃപ കൊണ്ടാണ്. ക്രമേണ ഉറങ്ങുന്നതും അമ്മയുടെ കൃപ കൊണ്ടാണ്. അപ്പോൾ ഒരു ദിവസത്തിലെ എൻ്റെ നിലനിൽപ്പ് എടുത്തു നോക്കിയാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത്. ഇനി ജീവിതം മുഴുവൻ എടുത്തു നോക്കിയാൽ ഞാൻ ജനിച്ചത് അമ്മയുടെ കൃപ കൊണ്ടാണ്, ജീവിക്കുന്നത് അമ്മയുടെ കൃപ കൊണ്ടാണ്, ക്രമേണ ലയിക്കാൻ പോകുന്നത്, അതായത് മുക്തി നേടാൻ പോകുന്നതും അമ്മയുടെ കൃപ കൊണ്ടാണ്. അപ്പൊ അമ്മയുടെ ലീലയാണ് എൻ്റെ അസ്തിത്വം. അതുകൊണ്ട് ലളിതാ പരമേശ്വരിയുടെ വദനാരവിന്ദത്തെ ഉണരുമ്പോൾ തന്നെ ഞാൻ സ്മരിക്കുന്നു. കൃതജ്ഞതയോടുകൂടി, സ്നേഹത്തോടുകൂടി. കാരണം എന്നെ ഉണർത്തുന്നവൾ അമ്മയാണെന്നുള്ള ബോധത്തോടെ, എൻ്റെ ജീവിതത്തിൻ്റെ ആധാരം അമ്മയാണെന്നുള്ള ബോധത്തോടെ. ഇനി അമ്മയുടെ മുഖത്തെ, വദനത്തെ അരവിന്ദത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്. അതായത് അമ്മയുടെ മുഖം താമരയ്ക്ക് സമാനം കോമളമാണ്. അത്രയും മൃദുവായ മുഖമാണ്. അതുകൊണ്ട് വദനാരവിന്ദം. ഇനി താമര മനോഹരമാണ്. മനോഹരം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഹരിക്കുന്നത്. താമരയുടെ വിരിഞ്ഞു നിൽക്കുന്ന സൗന്ദര്യം നമ്മൾ ഒന്ന് കണ്ടാൽ നമ്മുടെ മനസ്സിനെ ആ സൗന്ദര്യം വലിച്ചു കൊണ്ടുപോകും. പിന്നീട് മനസ്സ് മറ്റൊന്നും കാണുകയില്ല. ചുറ്റുപാടുമുള്ളതെല്ലാം മറന്നുകൊണ്ട് ആ താമരയെ തന്നെ നോക്കി നിൽക്കും. അങ്ങനെയുള്ള സൗന്ദര്യം താമരയ്ക്കുണ്ട്. അതിനേക്കാൾ എത്രയോ മടങ്ങ് സൗന്ദര്യമാണ് അമ്മയ്ക്കുള്ളത്. വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിൽ സുന്ദരമെന്ന് നമ്മൾ വിളിക്കുന്ന വസ്തുക്കളുടെ മുഴുവൻ സൗന്ദര്യം ഉദ്ഭവിക്കുന്നത് സുന്ദരിയായ അമ്മയിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് അമ്മയുടെ മുഖത്തെ അത്രയും സുന്ദരമായ മുഖമെന്ന് കാണിക്കാൻ വദനാരവിന്ദം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി താമര വിരിയുന്നത് എപ്പോഴാണ്? സൂര്യൻ ഉദിക്കുന്ന സമയത്താണ്.
അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ അമ്മയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ ആ മുഖത്തിന്റെ ദർശനം നമുക്ക് സിദ്ധിക്കുന്നില്ല. എന്നാൽ ഭക്തിയാകുന്ന സൂര്യൻ ഹൃദയത്തിൽ ഉദിച്ചാൽ അമ്മയുടെ മുഖം വിരിയും. അപ്പോൾ വ്യക്തമായി കാണാൻ നമുക്ക് സാധിക്കും. അവ്യക്ത രൂപയാണ്, വ്യക്തമായി കാണാനും സാധിക്കും. ഭക്തി ഒന്നുണ്ടായാൽ മതി. അപ്പൊ ഭക്തി സൂര്യനെ കൊണ്ട് ഉദിപ്പിക്കുന്ന വിരിയിക്കുന്ന താമരയായതുകൊണ്ട് അതുപോലത്തെ മുഖമാണ് അമ്മയ്ക്കുള്ളത് എന്നുള്ളത് കൊണ്ട് വദനാരവിന്ദം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ടെല്ലാം അമ്മയുടെ വദനാരവിന്ദത്തെ പ്രഭാതത്തിൽ തന്നെ ഞാൻ സ്മരിക്കുന്നു. ഇനി ആ മുഖത്തെ ഒന്നും കൂടി വിശേഷിപ്പിക്കുകയാണ്, മുഖത്തിന്റെ സൗന്ദര്യം ഒന്നുകൂടി വർണ്ണിക്കുകയാണ് തുടർന്നുള്ള പദങ്ങളിലെല്ലാം. അപ്പൊ തുടർന്ന് പറയുന്നു ബിംബാധരം. അമ്മയുടെ താമരയ്ക്ക് സമാനമായിരിക്കുന്ന ആ മുഖത്തിൽ 2 ചുണ്ടുകളുണ്ട്. ആ ചുണ്ടുകൾ ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ ബിംബാഫലത്തിന് സമാനമാണ്. അധരം എന്ന് പറഞ്ഞാൽ കീഴ്ചുണ്ട് എന്നാണ് പ്രധാനമായ അർത്ഥം. പക്ഷെ ഇവിടെ ചുണ്ട് എന്ന അർത്ഥത്തിൽ എടുക്കാം. ബിംബാഫലം ചുവന്നിരിക്കുന്ന ഫലമാണ്. അത് പഴുത്തു കഴിഞ്ഞാൽ നല്ല ചുവപ്പാണ്, വളരെ മൃദുവുമാണ്. അതുപോലത്തെ ചുണ്ടുകളാണ് അമ്മയ്ക്കുള്ളത്. നല്ല തുടുത്ത ചുവന്ന ചുണ്ടുകളാണ് അമ്മയ്ക്കുള്ളത്. അതുകൊണ്ട് ബിംബാധരം, അങ്ങനത്തെ ചുണ്ടുകൾ. പൃഥുല മൗക്തിക ശോഭിനാസം. പൃഥുലം എന്നാൽ തടിച്ചത്, മൗക്തികം എന്നാൽ മുത്ത്, ശോഭി എന്നാൽ ശോഭിക്കുന്നത്, നാസം എന്നാൽ മൂക്ക്. അമ്മയുടെ നാസിക മൂക്ക് നല്ല നീണ്ട് കോമളമായിരിക്കുന്ന മൂക്കാണ്. ആ മൂക്കിന് പൊതുവെ നല്ല കാന്തിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ആ മൂക്കിൽ അമ്മ ഒരു മൂക്കുത്തി ധരിച്ചിട്ടുണ്ട്. അത് നല്ല തടിച്ച മുത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മൂക്കുത്തിയാണ്. അപ്പൊ നല്ല വ്യക്തമായി കാണാൻ പറ്റും. അതുകൊണ്ടാണ് പൃഥുലം എന്നെടുത്തു പറഞ്ഞത്. അത്രയും വലിപ്പമുള്ള തടിയുള്ള മുത്തുമണിയാണ് അമ്മ ധരിച്ചിട്ടുള്ളത് മൂക്കുത്തിയായിട്ട്. അത് ശോഭിക്കുന്ന മൂക്കാണ് അമ്മയ്ക്കുള്ളത്. അമ്മയുടെ മൂക്കിന് നല്ല സൗന്ദര്യമുണ്ട്. അതിൽ വളരെയധികം സുന്ദരമായിരിക്കുന്ന ഒരു മൂക്കുത്തി, മുത്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള മൂക്കുത്തി അമ്മ ധരിച്ചിട്ടുണ്ട്. മനസ്സിൽ ഈ രൂപം കാണാൻ ശ്രമിക്കണം. ആ കർണ ദീർഘനയനം. അമ്മയുടെ നയനം, കണ്ണുകൾ ദീർഘമാണ്, നീണ്ടിട്ടുള്ളതാണ്. ഏതുവരേക്ക് നീണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ കർണം, ചെവി വരെ, കർണം വരെ നീണ്ടു കിടക്കുന്ന കണ്ണുകളാണ് അമ്മയ്ക്കുള്ളത്. നല്ല നീണ്ട കണ്ണുകൾ സൗന്ദര്യത്തിന്റെ ലക്ഷണമാണ് സൗന്ദര്യ ശാസ്ത്രങ്ങളിൽ. അതുകൊണ്ട് അങ്ങനത്തെ കണ്ണുകളാണ് അമ്മയ്ക്ക് ഉള്ളത്. ഇപ്പോൾ മത്സ്യത്തിന് സമാനമായി നീണ്ടു കിടക്കുന്ന കണ്ണുകൾ എന്ന് പറയും. അതുകൊണ്ട് മീനാക്ഷി എന്ന് വിളിക്കും. അതുപോലെ താമരയ്ക്ക് സമാനമായി, താമരയുടെ ഇതല് പോലെ നീണ്ടു കിടക്കുന്ന കണ്ണുകൾ, അതുകൊണ്ട് പത്മാക്ഷി എന്നൊക്കെ അമ്മയെ വിളിക്കും. അപ്പൊ അങ്ങനെ നീണ്ടു കിടക്കുന്ന കണ്ണുകളാണ്. അത് ചെവി വരയ്ക്കും നീണ്ടു കിടക്കുന്നു. ചെവിയെ സ്പർശിക്കുമോ എന്ന് തോന്നത്തക്ക വിധം നീണ്ടു കിടക്കുന്ന കണ്ണുകളാണ്. അതുകൊണ്ട് ആ കർണ ദീർഘനയനം. മണികുണ്ടലാഢ്യം. അമ്മയുടെ ചെവി വളരെയധികം ശ്രേഷ്ഠമായ ചെവിയാണ്. അതുകൊണ്ടാണ് ആഢ്യം എന്ന് വിളിച്ചിരിക്കുന്നത്. ശ്രേഷ്ഠമായ ചെവിയാണ്. ആ ചെവിയിൽ അമ്മ വളരെയധികം ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ആഭരണം ധരിച്ചിട്ടുണ്ട്. ആ ആഭരണമാണ് കുണ്ടലം. ആ കുണ്ടലത്തിൽ മണി പതിച്ചിട്ടുണ്ട്, രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെയധികം തിളക്കമുള്ള കുണ്ടലമാണ്. അതിൽ രത്നങ്ങളുടെ തിളക്കം കൂടിയാവുമ്പോൾ അത്രയും അധികം ശോഭിക്കുന്നു. അപ്പൊ വളരെ ശ്രേഷ്ഠമാണ്. അത് ധരിച്ചിട്ടുള്ളതോ സാക്ഷാത് ത്രിപുര സുന്ദരിയുടെ ചെവിയിലാണ്. അപ്പൊ ആ ചെവി അത്രയും ആഢ്യമായതുകൊണ്ട് ആ ആഭരണത്തിന്റെ ആഢ്യത്വവും വർദ്ധിച്ചിരിക്കുന്നു. ആഭരണങ്ങൾ അമ്മയ്ക്കല്ല, അമ്മ ആഭരണങ്ങൾക്കാണ് ശോഭ കൂട്ടുന്നത്. അതുകൊണ്ട് മണികുണ്ടലാഢ്യം മന്ദസ്മിതം. നല്ല ചുവന്ന ചുണ്ടുകളാണെന്ന് പറഞ്ഞു, അതായത് ബിംബാധരം എന്ന് പറഞ്ഞു. ആ ചുണ്ടിൽ ചെറുതായി ഒരു പുഞ്ചിരി വിരിയുന്നുണ്ട്. അതാണ് മന്ദസ്മിതം. മന്ദഹാസത്തോടു കൂടിയ ചുണ്ടുകളാണ് അമ്മയ്ക്കുള്ളത്. ചെറിയ ഒരു പുഞ്ചിരി. ആ പുഞ്ചിരി എന്തുകൊണ്ടാണെന്ന് ഭക്തർക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാവുകയില്ല. കാരണം അമ്മയുടെ അകത്തുള്ള ഭാവത്തെ വ്യക്തമാക്കുകയാണ്. അത് അവ്യക്തമാണ്, രഹസ്യാത്മകമാണ്. അപ്പൊ അമ്മ ചിരിക്കുന്നത് എന്തിനാണെന്ന് ആരും അറിയുന്നില്ല. എന്നാൽ നല്ല മനോഹരമായ ചിരിയായതുകൊണ്ട് എല്ലാവരും തന്നെ ആ ചിരിയെ ധ്യാനിക്കുന്നു. അതുകൊണ്ട് മന്ദസ്മിതം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. മൃഗമതോജ്വല ഭാലദേശം. മൃഗമതം എന്നാൽ കസ്തൂരി എന്നാണ് അർത്ഥം. ഒരു മാനിൽ നിന്നും കിട്ടുന്ന സുഗന്ധ ദ്രവ്യമാണ്. അപ്പോൾ ആ കസ്തൂരി കൊണ്ട് ഉജ്വലിക്കുന്ന ഭാലദേശത്തോടു കൂടിയവളാണ്. ഭാലദേശം എന്നാൽ നെറ്റിത്തടം. അമ്മയുടെ നെറ്റിക്ക് നല്ല കാന്തിയുണ്ട്. ആ കാന്തിയുടെ സുഗന്ധത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന, വളരെ സുഗന്ധപൂരിതമാക്കുന്ന കസ്തൂരിയും അമ്മ അവിടെ ധരിച്ചിട്ടുണ്ട്. കസ്തൂരിക്ക് നല്ല തേജസ്സുണ്ട്. ആ തേജസ് നെറ്റിയുടെ പൊതുവെയുള്ള തേജസ്സിനെ വർദ്ധിപ്പിക്കുന്നു, അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നല്ല സുഗന്ധം ചുറ്റുപാടും അത് പരത്തുന്നു. ആ സുഗന്ധം അറിഞ്ഞാൽ തന്നെ അമ്മയുടെ സാന്നിധ്യം അറിയാൻ പറ്റും എന്നാണ് പറയുക. അപ്പൊ അങ്ങനത്തെ കസ്തൂരി നെറ്റിയിൽ ചാർത്തിയിട്ടുള്ളവളാണ് അമ്മ. ഇതായിരുന്നു ആദ്യത്തെ ശ്ലോകം. പ്രാതസ്മരാമി ലളിതാവദനാരവിന്ദം
ബിംബാധരം പൃഥുലമൗക്തികശോഭിനാസം ആകർണ ദീർഘനയനം മണികുണ്ടലാഢ്യം മന്ദസ്മിതം മൃഗമദോജ്വല ഭാലദേശം. തുടർന്ന് രണ്ടാമത്തെ ശ്ലോകമാണ്. പ്രാതർ ഭജാമി ലളിതാഭുജകൽപവല്ലീം രത്നാംഗുലീയലസദംഗുലി പല്ലവാഢ്യാം മാണിക്യഹേമവലയാംഗദശോഭമാനാം പുണ്ട്രേക്ഷു ചാപകുസുമേഷു സൃണീം ദധാനാം. പ്രാതഃ ഭജാമി, പ്രാതഃ കാലത്തിൽ ഞാൻ ഭജിക്കുന്നു. ഭജ ധാതുവിന് പ്രാപിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ മനസ്സുകൊണ്ട് ഞാൻ അമ്മയെ പ്രാപിക്കുന്നു എന്നർത്ഥം വന്നു. അതായത് മനസ്സുകൊണ്ട് ഞാൻ അമ്മയുടെ രൂപത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു, അതായത് ധ്യാനിക്കുന്നു എന്നർത്ഥം ഇവിടെ ഭജാമി എന്ന ശബ്ദം കൊണ്ട് കിട്ടി. അപ്പൊ പ്രാതഃ കാലത്തിൽ തന്നെ ഞാൻ ധ്യാനിക്കുന്നു. പ്രാതർ ഭജാമി ലളിതാഭുജ കൽപവല്ലി, ലളിതാ പരമേശ്വരി ദേവിയുടെ കൈകളാകുന്ന കൽപ്പവല്ലിയെ ഞാൻ കാലത്ത് തന്നെ ധ്യാനിക്കുന്നു. വല്ലി എന്നാൽ ലത. അമ്മയുടെ കൈകൾ വളരെയധികം കോമളമാണ്. അപ്പൊ കോമളമായതുകൊണ്ട് ലതയോട് ഉപമിച്ചിരിക്കുന്നു. ലതയ്ക്ക് പോലെ കോമളമാണ്. സാധാരണ ലതയാണോ? അല്ല, കൽപ്പവല്ലിയാണ്. സ്വർഗത്തിൽ കാണപ്പെടുന്ന ലതയാണത്. നമ്മുടെ ആഗ്രഹങ്ങളെ മുഴുവൻ നിറവേറ്റുന്ന ലതയാണ്. കൽപ്പവൃക്ഷം പോലെ തന്നെയാണ് കൽപ്പവല്ലി. അപ്പൊ അതിന് സമാനമായിട്ടുള്ള ഭുജങ്ങളാണ് അമ്മയ്ക്കുള്ളത്. അമ്മ കൈകൊണ്ടാണല്ലോ പ്രവർത്തിക്കുന്നത്, അനുഗ്രഹം നൽകുന്നത് കൈകൊണ്ടാണല്ലോ. അപ്പൊ അമ്മയെ നമ്മൾ ഭജിച്ചാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മുഴുവൻ ആ കൈകൊണ്ട്, വരദമായി കൊണ്ടും അഭയമായി കൊണ്ടും അമ്മ പ്രദാനം ചെയ്യും. അത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റുന്ന കൈകളായതുകൊണ്ട് അത് കൽപ്പവൃക്ഷത്തിന് സമാനമാണ്. പക്ഷെ വളരെ കോമളമായ കൈകളായതുകൊണ്ട് വൃക്ഷത്തോട് ഉപമിക്കാൻ പറ്റുന്നില്ല, അത്രയും കോമളമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ വല്ലിയോട്, ലതയോട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ കൽപ്പ ലതയ്ക്ക് സമാനമായി കോമളമായിരിക്കുന്ന, സുന്ദരമായിരിക്കുന്ന, എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റുന്ന അമ്മയുടെ കൈകളെ ഞാൻ പ്രഭാതത്തിൽ തന്നെ ഭജിക്കുന്നു അഥവാ ധ്യാനിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു, രത്നാംഗുലീയ ലസദംഗുലി പല്ലവാഢ്യാം. രത്നാംഗുലീയം, അങ്കുലീയം എന്നാൽ മോതിരം. രത്നം പതിച്ചിട്ടുള്ളതായതുകൊണ്ട് രത്നാംഗുലീയം. ഇവിടെ ചില പാഠങ്ങളിൽ രക്താംഗുലീയം എന്നുണ്ട്. അപ്പൊ രക്തനിറത്തിൽ, ചുവന്ന നിറത്തിലുള്ള അങ്കുലീയം എന്ന് വരും. എന്നാലും കൂടുതൽ ചേരുന്ന പാഠം രത്നാംഗുലീയം എന്ന് തന്നെയാണ്. അപ്പൊ രത്നം പതിച്ചിട്ടുള്ള മോതിരം, ലസത് ശോഭിക്കുന്ന, അങ്കുലി പല്ലവാഢ്യം. പല്ലവം എന്ന് പറഞ്ഞാൽ തളിരാണ്. അപ്പോൾ വല്ലിയാണ് കൈകൾ എന്ന് പറഞ്ഞു. ആ വല്ലിയിൽ വിരിയുന്ന തളിരുകളാണ് അമ്മയുടെ വിരലുകൾ. ആ വിരലുകളിൽ, അതുകൊണ്ടാണ് പല്ലവം എന്ന് പറഞ്ഞത്. ആഢ്യം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠയായിരിക്കുന്നു, അതിലുള്ളത് കൊണ്ട് ശ്രേഷ്ഠയായിരിക്കുന്നു എന്നെല്ലാം അർത്ഥം അവിടെ വന്നു. അപ്പോൾ അമ്മയുടെ വിരലുകളാകുന്ന പല്ലവങ്ങളിൽ ശോഭിക്കുന്ന ലസത് രത്നാംഗുലീയം, രത്നം പതിച്ചിട്ടുള്ള മോതിരങ്ങളോടുകൂടിയ കൈകളാണ് അമ്മയ്ക്കുള്ളത്. അപ്പോൾ കൽപ്പലത പോലത്തെ കൈകൾ, അതിൽ കോമളമായിരിക്കുന്ന വിരലുകൾ, അത് പല്ലവങ്ങൾ പോലെയാണ്, തളിരുകൾ പോലെ കോമളമായിരിക്കുന്നു. അതിൽ അമ്മ മോതിരങ്ങൾ ധരിച്ചിട്ടുണ്ട്, ആ മോതിരങ്ങളിൽ രത്നം പതിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കൈവിരലുകളാണ് അമ്മയ്ക്കുള്ളതെന്ന് ധ്യാനിക്കണം. മാണിക്യ ഹേമവലയാംഗത ശോഭമാനാം. മാണിക്യം പതിച്ചിട്ടുള്ള, ഹേമം എന്നാൽ സ്വർണം. ഇപ്പൊ മാണിക്യ രത്നം പതിച്ചിട്ടുള്ള, സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വലയം, അംഗദം കൊണ്ട് ശോഭമാനാം, ശോഭിക്കുന്ന കൈകളാണ്. നമ്മൾ വള എന്നതാണ് വലയ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ കയ്യിൽ വള ധരിച്ചിട്ടുണ്ട്, അത് സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്, അതിൽ മാണിക്യം പതിച്ചിട്ടുണ്ട്. അംഗദം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈമുട്ടിന്റെ മുകളിലായിട്ട് കെട്ടുന്നതാണ്, അതും സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്, അതിലും മാണിക്യം പതിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ വലയവും അംഗദവും അമ്മ കയ്യിൽ ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശോഭിക്കുന്നവളാണ്, ശോഭമാനാം എന്ന് വിളിക്കുന്നു. അമ്മയുടെ കൈകൾ കൽപ്പവല്ലി പോലെയാണ്, അതിൽ പല്ലവങ്ങൾ പോലെയാണ് വിരലുകൾ, അതിൽ രത്നമോതിരങ്ങൾ പതിച്ചിട്ടുണ്ട്. അതുപോലെ മാണിക്യം കൊണ്ടുണ്ടാക്കിയിട്ട്, മാണിക്യം പതിച്ചിട്ടുള്ള സ്വർണ്ണ വള കയ്യിൽ ധരിച്ചിട്ടുണ്ട്, സ്വർണ്ണ അംഗദവും കയ്യിൽ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ശോഭിക്കുന്നവളാണ് അമ്മ. പുണ്ട്രേക്ഷു ചാപകുസുമേഷു സൃണീം ദദാനാം. ദധാനാം പിടിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് പിടിച്ചിട്ടുള്ളത്? പുണ്ട്രേക്ഷു ചാപ, പുണ്ട്രം എന്നാൽ വെളുത്ത, ഇക്ഷു എന്നാൽ കരിമ്പ്. അപ്പൊ വെളുത്ത കരിമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചാപം, വില്ലമ്മ പിടിച്ചിട്ടുണ്ട്. കുസുമേഷു, ഇഷു എന്നാൽ അമ്പ്, കുസുമം എന്നാൽ പൂവ്, പൂവ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അമ്പ് അമ്മ പിടിച്ചിട്ടുണ്ട്. സൃണീം എന്ന് പറഞ്ഞാൽ തോട്ടിയാണ്, അങ്കുശമാണ്, അങ്കുശത്തെയും അമ്മ പിടിച്ചിട്ടുണ്ട്. പൊതുവെ ലളിതാ പരമേശ്വരിയുടെ കയ്യിൽ 4 കൈകൾ ഉണ്ടെന്നും 4 ആയുധങ്ങൾ, 4 കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ടെന്നും പറയും. ഒന്ന്
അമ്പാണ്, ഒന്ന് വില്ലാണ്. വില്ല് കരിമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, അമ്പ് പൂക്കളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. പിന്നെ അങ്കുശം തോട്ടിയാണ്, പിന്നെ പാശമാണ്. ഇവിടെ പാശം പറയുന്നില്ല, ബാക്കി 3 കാര്യങ്ങളും പറഞ്ഞു. പാശം നമ്മൾ അവിടെ മനസ്സുകൊണ്ട് സങ്കല്പിക്കണം, കാരണം ഈ 4 കാര്യങ്ങളും എപ്പോഴും അമ്മ കയ്യിൽ ധരിക്കാറുണ്ട്. അപ്പോൾ വെളുത്ത കരിമ്പിന്റെ വില്ല്, അതുപോലെ പൂ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അമ്പ്, അങ്കുശം, അതുപോലെ പാശം, ഇത് പിടിച്ചു നിൽക്കുന്ന കൈകളോട് കൂടിയ ആ കൈകളെ ഞാൻ പ്രഭാതത്തിൽ ഭജിക്കുന്നു, ധ്യാനിക്കുന്നു. ഇപ്പൊ കൽപ്പവല്ലി പോലത്തെ കൈകളാണ്, 4 കാര്യങ്ങൾ പിടിച്ചിട്ടുണ്ട്. പല്ലവം പോലത്തെ വിരലുകൾ, അതിൽ രത്നമോതിരം പതിച്ചിട്ടുണ്ട്, മാണിക്യം പതിച്ചിട്ടുള്ള സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വള ധരിച്ചിട്ടുണ്ട്, അതുപോലത്തെ ഒരു അംഗദം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ശോഭിക്കുന്നവളാണ്, ശ്രേഷ്ഠയായിരിക്കുന്നവളാണ് അമ്മ. ഇതായിരുന്നു 2ാമത്തെ ശ്ലോകം. പ്രാതർഭജാമി ലളിതാഭുജ കൽപ്പവല്ലീം രത്നാങ്കുലീയലസദങ്കുലി പല്ലവാഢ്യാം മാണിക്യ ഹേമവലയാംഗദ ശോഭമാനാം പുണ്ട്രേക്ഷു ചാപകുസുമേഷു ശ്രീണീം ദധാനാം. തുടർന്ന് 3ാമത്തെ ശ്ലോകമാണ്. പ്രാതർനമാമി ലളിതാചരണാരവിന്ദം ഭക്തേഷ്ടദാന നിരതം ഭവ സിന്ധുപോതം പദ്മാസനാദിസുരനായക പൂജനീയം പദ്മാങ്കുശധ്വജ സുദർശനലച ലാഞ്ചനാഢ്യം. പ്രാതഃ നമാമി, പ്രാതഃ കാലത്തിൽ, പ്രഭാതത്തിൽ ഞാൻ നമിക്കുന്നു. എന്തിനെയാണ് നമിക്കുന്നത്? ലളിതാചരണാരവിന്ദം, ലളിതാ പരമേശ്വരിയുടെ താമരയ്ക്ക് സമാനമായി കോമളമായിരിക്കുന്ന പാദങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നേരത്തെ വദനാരവിന്ദം എന്ന് പറഞ്ഞ അതേ അർത്ഥം ഇവിടെ ചരണാരവിന്ദത്തിലും എടുക്കണം. അത്രയും സുന്ദരമായതാണ്, കോമളമായതാണ്, ഭക്തി ഉണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ലളിതാ ചരണാരവിന്ദം, ആ ചരണാരവിന്ദത്തെ ഞാൻ നമിക്കുന്നു. നമിക്കുന്നു എന്ന് പറയുന്നതിൽ നമ്മുടെ ശരണാഗതിയെ സൂചിപ്പിച്ചിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു, അമ്മയിൽ ഞാൻ ശരണം നേടിയിരിക്കുന്നു എന്ന സൂചന ആ നമാമി എന്ന പദത്തിൽ നിന്നും ഗ്രഹിക്കണം. അപ്പോൾ പ്രഭാതത്തിൽ തന്നെ ഞാൻ അമ്മയുടെ ചരണാരവിന്ദത്തെ നമിക്കുന്നു. അത് എങ്ങനത്തെ ചരണാരവിന്ദമാണ്? അതാണ് തുടർന്നുള്ള പദങ്ങളിൽ പറയുന്നത്. ഭക്തേഷ്ടദാന നിരതം, ഭക്തന്മാരുടെ ഇഷ്ടത്തെ ദാനം ചെയ്യുന്നതിൽ നിരതമാണ്, അതിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നവൾ, അതൊരു വ്രതമായിട്ട് എടുത്തിരിക്കുന്നവളാണ്. അമ്മയുടെ ശ്രദ്ധ മുഴുവൻ ഭക്തരുടെ ഇഷ്ടത്തെ ദാനം കൊടുക്കുകയാണ്. അതിന് അമ്മ ഉപയോഗിക്കുന്നത് അമ്മയുടെ കാലുകളാണ്. ആ കാലുകളെ നമിച്ചാൽ, ആ കാലുകളെ ശരണം പ്രാപിച്ചാൽ ഭക്തർ മനസ്സിൽ എന്ത് ഇഷ്ടവുമായിട്ട് വന്നിട്ടുണ്ടോ അത് അവർക്ക് അപ്പോൾ തന്നെ ലഭിക്കും. അപ്പൊ അങ്ങനെ ഭക്തരുടെ മുഴുവൻ ഇഷ്ടത്തെ കൊടുക്കുന്ന ശോഭയോടെ ഇരിക്കുന്ന കാലുകളാണ് അമ്മയ്ക്കുള്ളത്. അതുകൊണ്ടാണ് ദാനനിരതം, അത് കൊടുക്കുന്നതിൽ അത്രയും തൽപരയാണ് അമ്മയുടെ കാലുകൾ. അതായത് ഭക്തർക്ക് ആശ്രയം കൊടുക്കാൻ തൽപരയായിരിക്കുന്ന കാലുകളോടൊത്തവൾ എന്നർത്ഥം വന്നു. കാരണം ആശ്രയം കൊടുത്താൽ തന്നെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറും, മനസ്സിൽ പരമാനന്ദം സിദ്ധിക്കും. ബാഹ്യമായി അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളെല്ലാം സ്വാഭാവികമായും അവരുടെ അടുത്തേക്ക് വന്നു ചേരും. അമ്മയുടെ ആ പാതാരവിന്ദത്തിന്റെ മഹിമയാണ്. അതുകൊണ്ട് ഭക്തേഷ്ടദാന നിരതം, അങ്ങനത്തെ ചരണാരവിന്ദത്തെ പ്രാതകാലത്തിൽ തന്നെ ഞാൻ നമിക്കുന്നു. ഭവസിന്ധു പോതം, ഭവം എന്നാൽ സംസാരം, ജനന മരണ ചക്രം, സിന്ധു എന്നാൽ സാഗരം. അപ്പൊ സംസാരമാകുന്ന സാഗരത്തെ കടത്തിവിടുന്ന പോതമാണ്. പോതം എന്നാൽ തോണി. അമ്മയുടെ കാലുകൾ തോണിയാണ്. ആ തോണിയെ ആശ്രയിച്ചാൽ ഒരു കടലിൽ പെട്ടുപോയിട്ടുള്ള ആള് തോണിയിൽ കയറി ആ കടലിനെ തരണം ചെയ്ത് കരയിലേക്ക് ഏതുപോലെ എത്തുന്നുവോ അതുപോലെ സംസാര സാഗരത്തിൽ പെട്ടുപോയിരിക്കുന്ന ഭക്തർ അമ്മയുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചാൽ ആ പാതാരവിന്ദങ്ങളുടെ ശരണം കൊണ്ട് തന്നെ അവർ ആ സംസാര സാഗരത്തെ തരണം ചെയ്ത് അമ്മയുടെ പദത്തെ പോകുന്നു. അതായത് മോക്ഷത്തെ, കൈവല്യത്തെ നേടുന്നു. അതുകൊണ്ട് ഭവസിന്ധു പോതം പദ്മാസനാദി സുരനായക പൂജനീയം. ആ ചരണാരവിന്ദത്തിന്റെ മഹിമ എത്രയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനെ പൂജിക്കുന്ന ആൾക്കാരെ ഒന്ന് നോക്കിയാൽ മതി. സാധാരണക്കാരൊന്നുമല്ല. അതാണ് ഇവിടെ പറയുന്നത്. പദ്മാസനാദി സുരനായക. പദ്മാസനൻ, പദ്മത്തിൽ ഇരിക്കുന്നവൻ ആരാണ്? ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് ആദി തുടങ്ങിയിട്ടുള്ള സുരനായക, സുരന്മാരെ നയിക്കുന്നവർ. സുരന്മാരെ നയിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ത്രിമൂർത്തികളാണ്. അപ്പൊ അതായത് ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു, ഇവർ 3 പേരും. ഇനി സുരനായക എന്നുള്ള പദം കൊണ്ട് സുരന്മാരായിരിക്കുന്ന നായകന്മാരെന്നെടുത്താൽ മറ്റു ദേവന്മാരും. അപ്പൊ ത്രിമൂർത്തികളും മറ്റു ദേവന്മാരും പൂജനീയം, പൂജിക്കുന്ന പാതാരവിന്ദങ്ങളാണ്. ലോകത്തെ പാലിക്കുന്നവരാണ് ഇവരെല്ലാം. ഈ ദേവതകൾ മുഴുവൻ ലോകപാലകരാണ്.
അങ്ങനെയുള്ളവർ പോലും അമ്മയുടെ ചരണാരവിന്ദത്തെ വന്ന് വന്ദിക്കുന്നു, നിത്യം അതിനെ പൂജിക്കുന്നു. അങ്ങനെ അവർ പോലും പൂജിക്കണമെങ്കിൽ അത്രയും മഹിമാവോടുകൂടിയ ചരണാരവിന്ദമല്ലേ അത്. അപ്പോൾ ആ പാദങ്ങളെ ധ്യാനിക്കുമ്പോൾ തന്നെ അവിടെ ഈ ദേവതകളുടെ മുഴുവൻ സാന്നിധ്യവും നമ്മൾ സ്മരിക്കണം. അവരെല്ലാം ആ പാദങ്ങളെ പൂജിക്കുന്നു എന്ന് സ്മരിക്കണം. ഇതുകൊണ്ടുള്ള ഗുണം എന്തെന്നാൽ അമ്മയുടെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുമ്പോൾ ഇവരുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും. കാരണം അവരെല്ലാം അവിടെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ദേവതകളുടെ എന്തെന്ത് അനുഗ്രഹം നമുക്ക് ആവശ്യമുണ്ടോ അത് അമ്മയുടെ ചരണാരവിന്ദങ്ങളെ ആശ്രയിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. കാരണം ദേവതകൾ മുഴുവൻ ആശ്രയിച്ചിരിക്കുന്നത് ആ ചരണാരവിന്ദത്തെയാണ്. അതാണ് പദ്മാസനാദിസുരനായക പൂജനീയം. പദ്മാങ്കുശധ്വജ സുദർശന ലാഞ്ചനാഢ്യം. ശ്രേഷ്ഠമായിരിക്കുന്ന കാലാണ് അമ്മയ്ക്കുള്ളത്. ആ കാലിൽ ചില രേഖകൾ കാണാൻ പറ്റും. പണ്ട് കാലത്ത് കാലിലും കയ്യിലും ഒക്കെയുള്ള രേഖകൾ നോക്കി അതിൻ്റെ മഹത്വം പറയുമായിരുന്നു. അപ്പൊ ചില മഹത്തായിട്ടുള്ള രേഖകൾ കാലിൽ കാണാൻ സാധിച്ചാൽ അത് അത്രയും ശ്രേഷ്ഠമായ ഒരു ജന്മമാണെന്ന് മനസ്സിലാക്കിയിരുന്നു ഋഷീശ്വരന്മാർ. ഇപ്പൊ ഭഗവാൻ വൃന്ദാവനത്തിൽ നടക്കുന്ന സമയത്ത് ഭഗവാന്റെ കാൽപാദം കണ്ടാൽ അത് തിരിച്ചറിയാൻ ഈ രേഖകൾ നോക്കിയാൽ മതി. ആ രേഖകൾ അതിൽ കണ്ടാൽ ഇത് ഭഗവാന്റെ കാൽപാദമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു എന്ന് ഭാഗവതം പറയുന്നു. ഗോപികമാരൊക്കെ അങ്ങനെയാണ് കാൽപാദത്തെ തിരിച്ചറിഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ശ്രേഷ്ഠമായ രേഖകൾ അമ്മയുടെ കാലിലുണ്ട്. ആ രേഖകളുടെ പേരുകളാണ് ഇവിടെ പറയുന്നത്. പദ്മം, അങ്കുശം, ധ്വജം, സുദർശനം. പദ്മം എന്നാൽ താമര. താമരയ്ക്ക് സമാനമായ രേഖ അമ്മയുടെ കാലിന്റെ അടിയിൽ കാണാം. അങ്കുശം എന്നാൽ തോട്ടി. തോട്ടിക്ക് സമാനമായ രേഖയുണ്ട്. ധ്വജം കൊടി. അതുപോലെ സുദർശനം അതായത് ചക്രം. അപ്പോ താമര, തോട്ടി, കൊടി, അതുപോലെ ചക്രം, ഇതെല്ലാം രേഖകളായി അമ്മയുടെ കാലിൽ കാണാം. അപ്പൊ ലാഞ്ചനം എന്ന് പറഞ്ഞാൽ അവിടെ അടയാളം എന്നാണ് അർത്ഥം. അപ്പൊ ഈ അടയാളങ്ങളൊക്കെയുള്ള അതുകൊണ്ട് ശ്രേഷ്ഠമായിരിക്കുന്ന അങ്ങനത്തെ അടയാളങ്ങൾ ശോഭിക്കുന്ന ചരണാരവിന്ദമാണ് അമ്മയ്ക്കുള്ളത്. സാധാരണ മനുഷ്യരുടെ കാലുകളിലാണ് ഈ രേഖകൾ കാണുന്നത്. ആ രേഖകൾ എല്ലാം ഒരു മനുഷ്യന്റെ കാലിൽ ഉണ്ടാവാൻ അസാധ്യമാണ്. അത്രയും അപൂർവമായ ഉണ്ടാവുകയില്ല. അത്രയും ശ്രേഷ്ഠമായ ജന്മങ്ങളിലെ ഈ എല്ലാ രേഖകളും കാലിൽ കാണും. ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ തന്നെ അത്രയും വലിയ ജന്മമാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത് നാലുമുള്ള കാലുകളോട് കൂടിയവൾ എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ മുഴുവൻ ഭൂമിയിലേക്ക് വരുന്നത് അമ്മയുടെ കൃപ കൊണ്ടാണ്. അപ്പൊ അമ്മയുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചാൽ ഈ ലക്ഷണങ്ങളുള്ള കാലുള്ളവൻ എന്തെല്ലാം ശ്രേഷ്ഠത സിദ്ധിക്കുമോ അത് ആ ഭക്തനും ഭക്തയ്ക്കും സിദ്ധിക്കും. അങ്ങനത്തെ കാലാണ്. അപ്പൊ അത് സൂചിപ്പിക്കാനായിട്ടാണ് ഈ രേഖകൾ നമ്മൾ കാലിൽ സങ്കല്പിക്കുന്നത്. വാസ്തവത്തിൽ അമ്മയുടെ മഹിമ ഇത്തരം രേഖകളെ ഒന്നും ആശ്രയിച്ചല്ല നിൽക്കുന്നത്. അമ്മയുടെ കാല് തന്നെയാണ് ലോകത്തിന് മുഴുവൻ മംഗളം പ്രദാനം ചെയ്യുന്നത്. പക്ഷെ ആ മാംഗല്യത്തെ നമുക്ക് വ്യക്തമാക്കി തരാനായിട്ട് ഇത്തരം രേഖകൾ അമ്മ കാലിൽ ധരിച്ചിരിക്കുന്നു. പദ്മാങ്കുശധ്വജ സുദർശന ലാഞ്ചനാഢ്യം. ഇതായിരുന്നു മൂന്നാമത്തെ ശ്ലോകം. പ്രാതർനമാമി ലളിതാചരണാരവിന്ദം ഭക്തേഷ്ടദാനനിരതം ഭവസിന്ധുപോതം പദ്മാസനാദിസുരനായക പൂജനീയം പദ്മാങ്കുശധ്വജ സുദർശന ലാഞ്ചനാഢ്യം. തുടർന്ന് നാലാമത്തെ ശ്ലോകമാണ്. പ്രാതസ്തുവേ പരശിവാം ലളിതാം ഭവാനീം ത്രയ്യന്തവേദ്യ വിഭവാം കരുണാനവദ്യാം വിശ്വസ്യ സൃഷ്ടിവിലയസ്ഥിതി ഹേതുഭൂതാം വിശ്വേശ്വരീം നിഗമവാങ്മനസാതിദൂരാം. ഇവിടെ പറയുകയാണ് പ്രാതഃ സ്തുവേ, പ്രഭാതകാലത്തിൽ ഞാൻ സ്തുതിക്കുന്നു. ആരെയാണ് ഞാൻ സ്തുതിക്കുന്നത്? പരശിവാം. ശിവ എന്ന് പറഞ്ഞാൽ മംഗള എന്നാണ് അർത്ഥം. മംഗള സ്വരൂപയാണ് അമ്മ. പര എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, എല്ലാത്തിനെയും അധികരിച്ച് നിൽക്കുന്നത് എന്നാണ്. അപ്പൊ ഏറ്റവും വലിയ മംഗളമായിരിക്കുന്നത് അമ്മ തന്നെയാണ്. അതുകൊണ്ട് ആ പരശിവയായിരിക്കുന്ന അമ്മയെ ഞാൻ പ്രാതകാലത്തിൽ പ്രഭാതത്തിൽ തന്നെ സ്തുതിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു ലളിത. ക്രീഡിക്കുന്നവളാണ് അമ്മ. എപ്പോഴും ക്രീഡിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പഞ്ചകൃത്യങ്ങളും ചെയ്യുന്നവളാണ്, ലാഘവത്തോടുകൂടി ചെയ്യുന്നവളാണ്. അപ്പൊ പരശിവയാണ്, ലളിതയാണ്, ഭവാനിയാണ്. ഭവന്റെ പത്നി എന്നർത്ഥത്തിൽ ഭവാനി എന്ന പേര് വരും, ശിവപത്നി ആയതുകൊണ്ട്. സൃഷ്ടിക്കുന്നവൾ എന്നർത്ഥവും ആ പദത്തിനുണ്ട്, അതുകൊണ്ട് ഭവാനിയാണ്. അപ്പൊ ലോകത്തെ സൃഷ്ടിക്കുന്നവളാണ്. ലളിത എന്ന പദത്തിന് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ആ പദം. അങ്ങനെ ഇരിക്കുന്നവളാണ്. ത്രയ്യന്ത വേദ്യ വിഭവാം. ത്രയി അന്ത വേദ്യ വിഭവാം. ത്രയി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, 3 വേദങ്ങൾ. ആ 3 വേദങ്ങളുടെയും അന്തം, അവസാനം. അപ്പൊ വേദത്തിന്റെ അവസാനം വേദാന്തം, വേദ്യം. വേദ്യ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന, വിഭവാം. ഇവിടെ വിഭവ ശബ്ദത്തിന്
മോക്ഷം എന്നാണ് അർത്ഥം. അപ്പോൾ വേദാന്തത്താൽ അറിയപ്പെടുന്ന മോക്ഷമായിരിക്കുന്നവളാണ് അമ്മ. വേദത്തിൻ്റെ മുഴുവൻ സാരം അമ്മയുടെ സ്വരൂപമാണ്. ആ സാരത്തെ ഗ്രഹിക്കുമ്പോഴാണ് വേദപഠനം പൂർണ്ണമാകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സാരഗ്രഹണത്തെ നമുക്ക് വേദാന്ത വേദ്യ ശബ്ദം കൊണ്ടെടുക്കാം. വേദാന്തം അറിവിന്റെ മുഴുവൻ അവസാനം മറുകര കണ്ടെത്തിയിരിക്കുന്ന ഭാവമാണ്. ആ ഭാവത്തിൽ മോക്ഷമായി നമ്മൾ ആരെ അറിയുന്നുവോ ആ മോക്ഷം അമ്മ തന്നെയാണ്. ആ സ്വരൂപത്തിൽ ഇരിക്കുന്നവളാണ്. അതുകൊണ്ട് ത്രയന്ത വേദ്യ വിഭവാം. ഇനി അമ്മയുടെ മഹിമയെ അറിയണമെങ്കിൽ വേദം മുഴുവൻ പഠിച്ച് അതിന്റെ സാരത്തെ മുഴുവൻ ഉൾക്കൊള്ളണം എന്ന അർത്ഥവും അവിടെയുണ്ട്. അതുകൊണ്ട് ത്രയന്ത വേദ്യ വിഭവാം കരുണാനവദ്യാം. അനവദ്യമായ കരുണയോടൊത്തവളാണ് അമ്മ. അനവദ്യം എന്ന് പറഞ്ഞാൽ ദോഷരഹിതം. അപ്പൊ ദോഷരഹിതമായിട്ടുള്ള കരുണ. അമ്മയുടെ കരുണയിൽ ഒരല്പം പോലും ദോഷമില്ല. എന്താണ് ദോഷം? നമ്മുടെ എല്ലാം കരുണയിൽ സ്വാർത്ഥതയുണ്ട്. പല വ്യക്തികളോടും പല സന്ദർഭങ്ങളിൽ നമ്മൾ കരുണ പ്രദർശിപ്പിക്കാറുണ്ടെങ്കിലും മാനുഷികമായ ദോഷങ്ങൾ ഇതിലുണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ ഉദ്ദേശത്തിൽ ചില സ്വാർത്ഥതകൾ ഉണ്ടാവാം. അതല്ലെങ്കിൽ നമ്മൾ ആ കരുണയോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി അവർക്ക് ദോഷമായി വന്നെന്ന് വരാം. നമ്മുടെ ഉദ്ദേശം നല്ലതായിരിക്കും, പക്ഷെ പ്രവൃത്തി ദോഷമായി എന്ന് വരാം. ഇങ്ങനെയെല്ലാമുള്ള സാധ്യതകൾ നമ്മുടെ കരുണയിലുണ്ട്. എന്നാൽ അമ്മയുടെ കരുണ അനവദ്യമാണ്. അതിലൊരല്പം പോലും ദോഷമില്ല. അമ്മ നമ്മുടെ നേർക്ക് കരുണ ചൊരിഞ്ഞാൽ അത് നിസ്വാർത്ഥമായ കരുണയാണ്. കാരണം അമ്മ നമ്മളെ എല്ലാ മക്കളായിട്ടാണ് കാണുന്നത്. അപ്പൊ ആ മാതൃവാത്സല്യത്തോടു കൂടിയുള്ള കരുണയാണ്. അത് ഒരല്പം പോലും ദോഷമില്ലാത്തതാണ്. അമ്മ നമുക്ക് എന്ത് നൽകുന്നുവോ അതുകൊണ്ട് നമുക്ക് ശ്രേഷ്ഠം മാത്രമേ ഉണ്ടാവൂ. ഒരിക്കലും പതനം അമ്മയുടെ കരുണ കൊണ്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരാളെ സഹായിച്ചാൽ അതുകൊണ്ട് അയാൾക്ക് ദോഷമുണ്ടായി എന്ന് വരാം. കാരണം നമ്മളൊക്കെ ദോഷമുള്ള കരുണയോട് കൂടിയവരാണ്. എന്നാൽ അമ്മ ഒരാളെ സഹായിച്ചാൽ അയാൾക്ക് അതുകൊണ്ട് ക്ഷേമം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്രയും ദോഷരഹിതയായ കരുണയോട് കൂടിയവളാണ് അമ്മ. അതാണ് കരുണാനവദ്യാം എന്ന് വിളിച്ചിരിക്കുന്നത്. വിശ്വസ്യ, വിശ്വത്തിന്റെ സൃഷ്ടി വിലയ സ്ഥിതി ഹേതു ഭൂതാം. വിശ്വത്തിന്റെ സൃഷ്ടി, ഉദ്ഭവം, വിലയം അതായത് മോക്ഷം, സ്ഥിതി അതായത് നിലനിൽപ്പ്, ഇതിനെല്ലാം ഹേതുഭൂതയായിരിക്കുന്നവൾ, കാരണക്കാരിയായിരിക്കുന്നവൾ. പഞ്ചകൃത്യപരായണയാണ് അമ്മ എന്ന് പറഞ്ഞു. ലളിത എന്ന പേരിന്റെ അർത്ഥത്തിൽ തന്നെ ഈ 5 കൃത്യങ്ങളെയും പറഞ്ഞു. അതിലുള്ള പ്രധാനപ്പെട്ട 3 കൃത്യങ്ങളാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഇത് 3ഉം ചെയ്യുന്നത് അമ്മയാണ്. ഏതുപോലെ ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ അമ്മ ഒരു കളിയായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അമ്മയെ ഇവിടെ കാരണമായിട്ടാണ് പറയുന്നത്. വാസ്തവത്തിൽ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇവയെല്ലാം സംഭവിക്കുന്നു. അമ്മയ്ക്ക് മറ്റൊരു പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. വെറുതെ നിന്നാൽ മതി, അമ്മയുടെ ആ നിലനിൽപ്പിൽ തന്നെ ഇതെല്ലാം സംഭവിക്കുന്നു. അതുകൊണ്ട് വിശ്വസ്യ സൃഷ്ടി വിലയ സ്ഥിതി ഹേതു ഭൂതാം. അങ്ങനെയിരിക്കുന്ന അമ്മ വിശ്വേശ്വരീം, വിശ്വത്തിന്റെ ഈശ്വരിയായിരിക്കുന്നവളാണ്. വിശ്വത്തിന്റെ ഈശ്വരിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വത്തെ ഭരിക്കുന്നവളാണ്. അപ്പൊ ഇവിടെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും പാലിക്കുകയും ചെയ്യുന്നവൾ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളെ നമുക്ക് ഈ ഈശ്വരീ പദം കൊണ്ടെടുക്കാം. ആ തിരോധാനം ചെയ്യുന്നതും അമ്മയാണ്, വിശ്വത്തെ അനുഗ്രഹിക്കുന്നതും അമ്മയാണ്. അതുകൊണ്ട് വിശ്വേശ്വരിയാണ് അമ്മ. എല്ലാവരുടെയും ഈശ്വരിയാണ് എന്നർത്ഥവും അവിടെ വന്നു. നിഗമ വാങ് മനസാതി ദൂരം. നിഗമം എന്നാൽ വേദം, വാങ് എന്നാൽ വാക്ക്, മനസ്സെന്നാൽ മനസ്സ്, ചിത്തം. ഇതിന് 3നും അതിദൂരാം, വളരെയധികം ദൂരെയായിരിക്കുന്നവൾ. വേദത്തിന്റെ അവസാനത്തിൽ അറിയപ്പെടുന്ന മോക്ഷമായിരിക്കുന്നവൾ എന്ന് പറഞ്ഞു. അപ്പൊ വേദത്തിന്റെ അവസാനത്തിലാണ് അറിയപ്പെടുന്നത്. അതായത് അറിവ് എന്നുള്ള തലമുള്ള സമയത്ത് അവിടെ അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും എന്നുള്ള ഭേദമുണ്ട്. അപ്പൊ അവിടെ 3 ഉണ്ട്. അതായത് അറിയുന്നവൻ, അറിവ്, അറിയപ്പെടുന്ന വസ്തു. ഈ 3ഉം ഉള്ളവിടത്ത് ഒരിക്കലും അദ്വൈതം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് മോക്ഷം ഉണ്ടാവുകയില്ല. അമ്മയുടെ സ്വരൂപം അദ്വൈതമാണ്. അപ്പോൾ വേദത്തിന്റെ അവസാനം എന്ന് പറയുമ്പോൾ ഈ അറിവിന്റെ അവസാനം എന്ന അർത്ഥം വന്നു. അതായത് ഈ ഭേദം ദ്വൈതം ഇല്ലാതെയാകുമ്പോൾ അഥവാ ത്രിപുടീനാശം സംഭവിക്കുമ്പോൾ അവിടെ ശേഷിക്കുന്നത് എന്തോ അത് അമ്മയാണ്. അതുകൊണ്ട് ത്രയന്ത വേദ്യ വിഭവാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേദം കൊണ്ട് അമ്മയെ അറിയാൻ പറ്റില്ല. വേദത്തിൽ എത്ര വർണ്ണിച്ചാലും അത് വാക്കുകൾ മാത്രമാണ്, അതുകൊണ്ട് പരിമിതമാണ്. അപ്പോൾ വേദത്തിന് പോലും വർണ്ണിക്കാൻ പറ്റാത്തവളാണ്. അതുകൊണ്ടാണ് വേദം നേതി 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 എന്ന് പറയുന്നത്. ന ഇതി, ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതിനെ എല്ലാം നിരാകരിച്ചുകൊണ്ട് ശേഷിക്കുന്നതെന്തോ അത് ബ്രഹ്മം എന്ന് പറയാനാണ് വേദം ശ്രമിക്കുന്നത്. ആ ബ്രഹ്മസ്വരൂപയാണ് അമ്മ. അപ്പൊ അതുകൊണ്ട് വേദത്തിന് വളരെയധികം ദൂരെയാണ്, വേദം കൊണ്ട് പ്രാപിക്കാൻ പറ്റുന്നവളല്ല.
വാക്കുകൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നവളല്ല. അപ്പൊ വാക്കുകൊണ്ട് നമ്മൾ ഇത്രയും സ്തുതിച്ചു, ഇതെല്ലാം പരിമിതമായവയാണ്, ഒരിക്കലും ഇതിന്റെ പരിധിയിൽ നിൽക്കുന്നവളല്ല. രൂപം നാമം ഒന്നുമില്ലാത്തവളാണ് അമ്മ. അതുകൊണ്ട് വാക്കിനും അതിദൂരയാണ്. മനസ്സിനും അതിദൂരയാണ് അമ്മ. മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ വേദത്തെ പഠിച്ചതുകൊണ്ടോ വർണ്ണിച്ചതുകൊണ്ടോ സ്തുതിച്ചതുകൊണ്ടോ മനസ്സുകൊണ്ട് സ്മരിച്ചതുകൊണ്ടോ ഒന്നും അമ്മയുടെ യാഥാർത്ഥ്യം നമുക്ക് ലഭിക്കുകയില്ല. അമ്മയുടെ യാഥാർത്ഥ്യത്തെ അമ്മ മാത്രമാണ് അറിയുന്നത്. അത്രയും സൂക്ഷ്മ സ്വരൂപയാണ് അമ്മ. അതുകൊണ്ട് നിഗമത്തിനും വാക്കിനും മനസ്സിനും അതിദൂരെയായിരിക്കുന്നവളാണ് അമ്മ. അത്രയും സൂക്ഷ്മരൂപയാണ്. ഇതായിരുന്നു 4ാമത്തെ ശ്ലോകം. പ്രാതസ്തുവേ പരശിവാം ലളിതാം ഭവാനീം ത്രയ്യന്തവേദ്യ വിഭവാം കരുണാനവദ്യാം വിശ്വസ്യ സൃഷ്ടിവിലയ സ്ഥിതി ഹേതുഭൂതാം വിശ്വേശ്വരീം നിഗമവാങ് മനസാതി ദൂരാം. അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. പ്രാതർവദാമി ലളിതേ തവ പുണ്യനാമ കാമേശ്വരീതി കമലേതി മഹേശ്വരീതി ശ്രീശാംഭവീതി ജഗതാം ജനനീ പരേതി വാഗ്ദേവതേതി വചസാ ത്രിപുരേശ്വരീതി. ഇതാണ് 5ാമത്തെ ശ്ലോകം. ഇവിടെ പറയുകയാണ്, പ്രാതഃ പ്രഭാതത്തിൽ, വദാമി ഞാൻ വർണ്ണിക്കുന്നു. എന്തുകൊണ്ടാണ്? വചസ വാക്കുകൊണ്ട് ഞാൻ വർണ്ണിക്കുന്നു, ഞാൻ ജപിക്കുന്നു, ചൊല്ലുന്നു. എന്തിനെയാണ് ഞാൻ ജപിക്കുന്നത്? ലളിതേ അല്ലയോ ലളിതാ പരമേശ്വരി ദേവിയെ വിളിക്കുകയാണ്, സംബോധനയാണ്. അല്ലയോ ലളിതാ ദേവിയെ തവ പുണ്യ നാമ പ്രാതഃ വചസ വദാമി. വാക്കുകൊണ്ട് ഞാൻ പ്രഭാതത്തിൽ തന്നെ അമ്മയുടെ ലളിതാ പരമേശ്വരിയുടെ പുണ്യപ്രദായകമായിട്ടുള്ള നാമങ്ങളെ പറയുന്നു. ആ നാമം ഉച്ചരിക്കുന്നത് തന്നെയാണ് പുണ്യം. പുണ്യപ്രവൃത്തി എന്താണെന്ന് പറഞ്ഞ് നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അമ്മയുടെ നാമങ്ങളെ ഉച്ചരിച്ചാൽ മതി. ഇനി കുറച്ച് നാമങ്ങൾ പറഞ്ഞു തരികയാണ് ഉച്ചരിക്കാൻ വേണ്ടി. അപ്പൊ ഏതൊക്കെയാണ് ആ നാമങ്ങൾ? ആദ്യം തന്നെ ലളിതേ എന്ന് വിളിച്ചു, അത് അമ്മയുടെ നാമമാണ്, ഇത്രയും നേരം ആവർത്തിച്ച നാമമാണ്. ഇനി കുറച്ചധികം നാമങ്ങൾ നൽകുകയാണ്. കാമേശ്വരി ഇതി, കാമേശ്വരി എന്നുള്ള നാമത്തെ ഞാൻ ഉച്ചരിക്കും. കാമത്തിന് ഈശ്വരിയായിരിക്കുന്നവൾ, നമ്മുടെ എല്ലാം ആഗ്രഹങ്ങളെ ഭരിക്കുന്നവളായതുകൊണ്ട് കാമേശ്വരിയാണ്. കാമദേവന് വീണ്ടും ദേഹത്തെ നൽകിയവളായതുകൊണ്ട് കാമേശ്വരിയാണ്. കാമേശ്വരന്റെ പത്നിയായിരിക്കുന്നവളായതുകൊണ്ടും കാമേശ്വരിയാണ്. നമ്മൾ എന്ത് ആഗ്രഹങ്ങളുമായിട്ട് അലയുകയാണെങ്കിലും ലോകത്തിൽ പല സ്ഥലത്ത് ചെന്നാലും നമുക്ക് പല ആഗ്രഹങ്ങളും നിറവേറ്റാൻ സാധിക്കുമെന്ന് തോന്നാം. ഇന്ന ആഗ്രഹത്തിന് ഇന്ന സ്ഥലത്ത് പോയാൽ മതി, മറ്റേ ആഗ്രഹത്തിന് മറ്റേ സ്ഥലത്ത് പോകണം എന്നൊക്കെയുള്ള ഒരു നിലവാരം ഈ ലോകത്തിലുണ്ട്. എന്നാൽ വാസ്തവത്തിൽ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അത് അമ്മയുടെ ധാമം തന്നെയാണ്, അമ്മയുടെ ഭാവം തന്നെയാണ്. അമ്മയുടെ അടുത്ത് ചെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നിറവേറ്റപ്പെടും. അതുകൊണ്ട് അമ്മ കാമേശ്വരിയാണ്. ഇനി എല്ലാ ആഗ്രഹങ്ങളും അവസാനിക്കുന്നത് അമ്മയുടെ അനുഭൂതിയിലാണ്. കാരണം ആഗ്രഹങ്ങൾ മനസ്സിന്റെ ഇളക്കമാണ്. അമ്മയുടെ അനുഭൂതിയിൽ മനസ്സ് നിശ്ചലമാകും, പിന്നെ ഇളക്കമില്ല, അതുകൊണ്ട് ആഗ്രഹങ്ങളില്ല. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും ചെന്ന് ലയിക്കുന്നത് അമ്മയിലായത് കൊണ്ടും അമ്മ കാമേശ്വരിയാണ്. അപ്പൊ കാമേശ്വരി എന്ന നാമത്തെ ഞാൻ പ്രഭാതത്തിൽ വദിക്കുന്നു, പറയുന്നു, ജപിക്കുന്നു. കമല ഇതി, കമല എന്നുള്ളതും അമ്മയുടെ പേരാണ്. താമര എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പൊ താമരയിൽ ഇരിക്കുന്നവൾ, അതായത് ലക്ഷ്മി ദേവി ആയതുകൊണ്ട് അമ്മയെ കമല എന്ന് വിളിക്കുന്നു. ലോകത്തിന് മുഴുവൻ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവളാണ്. ലോകത്തിന്റെ മുഴുവൻ ഐശ്വര്യത്തിന് ഒരു രൂപം കൽപ്പിച്ചാൽ അത് അമ്മയുടെ രൂപമാണ്. അതുകൊണ്ട് അമ്മ കമലയാണ്. ഇനി ചളിയിൽ നിന്നും ഉദ്ഭവിച്ച് അതിനേക്കാൾ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോലെ ഈ ലോകത്തിൽ അമ്മ അവതരിക്കുന്ന സമയത്തും ലോകത്തിന്റെ സ്പർശം അമ്മയ്ക്കില്ല. ലോകത്തിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് അമ്മ നിലനിൽക്കുന്നത്. അതുകൊണ്ട് കമലയാണ്. അപ്പോൾ അമ്മയെ ലളിത എന്ന് വിളിച്ചു, കാമേശ്വരി എന്ന് വിളിച്ചു, കമല എന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് വിളിക്കുന്നു മഹേശ്വരി ഇതി. മഹേശ്വരി എന്ന് വിളിക്കുകയാണ്. മഹാ ഈശ്വരി, ഭരിക്കുന്നവളാണ് ഈശ്വരി. അങ്ങനത്തെ പല ശക്തികളും ഇവിടെ ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. പല ശക്തികളെയും നമ്മൾ അനുഭവിക്കുന്നു. ഈ ശക്തികളുടെ മുഴുവൻ ഈശ്വരി ആയിരിക്കുന്നവൾ മഹേശ്വരിയാണ്. ആ അമ്മയെ നമ്മൾ മഹേശ്വരി എന്ന് പറഞ്ഞ് പ്രഭാതത്തിൽ തന്നെ വിളിക്കുന്നു. അപ്പോൾ ലളിത, കാമേശ്വരി, കമല, മഹേശ്വരി. ശ്രീ, ശ്രീ എന്നുള്ളതും അമ്മയുടെ പേരാണ്. ഐശ്വര്യം എന്നാണ് ആ വാക്കിനർത്ഥം, ലക്ഷ്മി എന്നാണ് ആ വാക്കിനർത്ഥം. ആ സ്വരൂപത്തിൽ ഇരിക്കുന്നത് അമ്മയാണ്.
അമ്മയുടെ ആ പേര് സ്മരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ശ്രീ ഉണ്ടാകും. കാരണം അമ്മയെ സ്മരിക്കുന്നിടത്ത് അമ്മ ആവിർഭവിക്കും. ഏത് ഭാവത്തിൽ സ്മരിക്കുന്നുവോ ആ ഭാവത്തിൽ ആവിർഭവിക്കും. അതുകൊണ്ട് അവിടെ ശ്രീ എന്ന് വിളിക്കുന്നു പ്രഭാതത്തിൽ തന്നെ. അപ്പൊ നല്ല ഐശ്വര്യം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന അവിടെയുണ്ട്. ശാംഭവി ഇതി, ശാംഭവിയാണ് അമ്മ. ശംഭുവിന്റെ പത്നിയായതുകൊണ്ട് ശാംഭവി. മംഗളത്തെ പ്രദാനം ചെയ്യുന്നവരായ ഒരുപാട് പേര് ഈ പ്രപഞ്ചത്തിലുണ്ട്. അവരെയൊക്കെ നമുക്ക് ശംഭുക്കൾ എന്ന് വിളിക്കാം. ഗുരുക്കന്മാര്, യോഗീശ്വരന്മാർ, അവരൊക്കെ ശംഭുക്കളാണ്. മറ്റു ദേവതകൾ, അവരെ മുഴുവൻ ഭരിക്കുന്നവൾ, അവരുടെ എല്ലാം ഉറവിടമായിരിക്കുന്നവൾ, അവരിലൂടെ പ്രവർത്തിക്കുന്നവൾ എന്നെല്ലാം അർത്ഥത്തിൽ ശാംഭവിയാണ് അമ്മ. ലോകത്തിന് മംഗളത്തെ ചെയ്യുന്നവളാണ്. ഇനി ഒരേ വാക്കായിട്ടും എടുക്കാം, ശ്രീ ശാംഭവി. ശ്രീ എന്നുള്ളത് ആദരസൂചകമായിട്ട് എടുത്തിട്ട് ശാംഭവിയാണ് അമ്മ. അങ്ങനെ ഇരിക്കുന്നവളാണ് അമ്മ. അതും അമ്മയുടെ പേരാണ്. അപ്പോൾ ശ്രീ എന്നും ശാംഭവി എന്നും രണ്ട് പേരായിട്ട് എടുക്കാം. ശ്രീ ശാംഭവി എന്ന് ഒരു പേരായിട്ടും എടുക്കാം. ജഗതാം ജനനി, ജഗത്തിന്റെ ജനനിയായിരിക്കുന്നവൾ. ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജഗത്ത്. ഉള്ളതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ ജഗത്ത് എന്ന് വിളിക്കുന്നു. അതിന്റെ ഉറവിടമായിരിക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് ജഗത്തിന്റെ ജനനിയാണ്. പരാ ഇതി, പരയാണ് അമ്മ. ഉപരി, എല്ലാത്തിനും ഉപരിയായിരിക്കുന്നവൾ. നമ്മൾ അതിസൂക്ഷ്മമായി നമ്മുടെ നിലനിൽപ്പിനെ ധ്യാനിച്ചാൽ, ഇപ്പൊ നമ്മളൊരു വ്യക്തിയുടെ തലത്തിൽ നോക്കിയാൽ ശരീരമുണ്ട്, അതിനേക്കാൾ സൂക്ഷ്മമായി മനസ്സുണ്ട്, അതിനേക്കാൾ സൂക്ഷ്മമായി ബുദ്ധിയുണ്ട്. അതിനും പരയായിരിക്കുന്നത് അമ്മയാണ്, ബോധസ്വരൂപയാണ്. അതുകൊണ്ട് പര. ഇനി പ്രപഞ്ചത്തെ എടുത്തു നോക്കിയാലും ഇവിടെ പലതുമുണ്ട്. അതിനെല്ലാം ആധാരമായി പഞ്ചഭൂതങ്ങളുണ്ട്. അതിൻ്റെയും താഴേക്ക് നോക്കിയാൽ തന്മാത്രകളെ കാണാം. അതിൻ്റെയും സൂക്ഷ്മമായ വശം, എല്ലാത്തിനും അപ്പുറം നിൽക്കുന്ന വശം നോക്കിയാൽ അത് അമ്മയാണ്. അതുകൊണ്ട് പരയാണ്. സ്ഥൂല പ്രപഞ്ചത്തിന് അതീതമായി നിൽക്കുന്നവളായതുകൊണ്ടും പരയാണ് അമ്മ. വാഗ്ദേവത ഇതി, വാഗ്ദേവതയാണ് അമ്മ, സരസ്വതിയാണ്. ഇപ്പൊ കമല എന്നും ശ്രീ എന്നും വിളിച്ചു, രണ്ടും ലക്ഷ്മി പദമാണ്. അതുപോലെ തന്നെ അമ്മ സരസ്വതിയാണ്. നമുക്ക് വാക്കിനെ പ്രദാനം ചെയ്യുന്നവൾ അമ്മയാണ്. അമ്മയെ വർണ്ണിക്കാൻ സാധിക്കുന്നത് തന്നെ അമ്മയുടെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് വാഗ്ദേവതയാണ് അമ്മ. സരസ്വതി ഭാവത്തിൽ ശോഭിക്കുന്നവളാണ്. അപ്പൊ നമ്മൾ അമ്മയെ കമല എന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഐശ്വര്യം അമ്മ നൽകും. കാമേശ്വരി എന്ന് വിളിക്കുമ്പോൾ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചു തരും. മഹേശ്വരി എന്ന് വിളിക്കുമ്പോൾ നേർവഴി നമുക്ക് കാട്ടിത്തരും. ശാംഭവി എന്ന് വിളിക്കുമ്പോൾ മംഗളത്തെ നമുക്ക് നൽകും. ജഗതാം ജനനി എന്ന് പറയുമ്പോൾ നമ്മുടെ മാതൃഭാവം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വാത്സല്യത്തെ നൽകും. പരാ എന്ന് വിളിക്കുമ്പോൾ എല്ലാത്തിനും അതീതയായവളാണെന്നുള്ള ആ ആത്മബോധം, ആ ബ്രഹ്മബോധം നമുക്ക് നൽകും. വാഗ്ദേവത എന്ന് വിളിക്കുമ്പോൾ നല്ല വാക്കുകളെ നമുക്ക് പ്രദാനം ചെയ്യും, അറിവിനെ നമുക്ക് പ്രദാനം ചെയ്യും. വചസ, വാക്കുകൊണ്ട്, വദാമി. ത്രിപുരേശ്വരി ഇതി, ത്രിപുരങ്ങളുടെയും ഈശ്വരിയായിരിക്കുന്നവൾ. ത്രിപുരങ്ങൾ എന്ന് പറയുന്നത് 3 ലോകങ്ങളാണ്. അതായത് ഭൂമി, ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങൾ, മുകളിലുള്ള ലോകങ്ങൾ എന്നർത്ഥം. അഥവാ ഭൂമി മുതൽക്ക് താഴെയുള്ള ലോകങ്ങൾ മുഴുവൻ ഒന്നായിട്ടും പിന്നെ നടുവിലുള്ള ലോകത്തെയും ഏറ്റവും മുകളിലുള്ള ലോകത്തെയും അങ്ങനെ 3ആയിട്ടും എടുക്കാം. ഈ 3 പുരങ്ങൾക്കും ഈശ്വരിയായിരിക്കുന്നവളാണ്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, അതുപോലെ കാരണ ശരീരം എന്ന് പറയും. ഈ 3 ശരീരങ്ങളെയും 3 പുരങ്ങളായി എടുത്താൽ ഇതിന്റെ ഈശ്വരിയായിരിക്കുന്നത് കൊണ്ട് ത്രിപുരേശ്വരിയാണ്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകൾക്കും ഈശ്വരിയായിരിക്കുന്നവളായതുകൊണ്ടും ത്രിപുരേശ്വരിയാണ്. അപ്പൊ അങ്ങനെ അമ്മയുടെ കുറച്ച് പേരുകൾ ഇവിടെ പറഞ്ഞു. ആ പേരുകൾ ഞാൻ കാലത്ത് വധിക്കുന്നു, ജപിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ലളിത, കാമേശ്വരി, കമല, മഹേശ്വരി, ശ്രീ, ശാംഭവി, ജഗതാം ജനനി, പരാ, വാഗ്ദേവത, ത്രിപുരേശ്വരി. ഇങ്ങനെയെല്ലാം നമ്മൾ കാലത്തെണീറ്റ് അമ്മയെ ജപിക്കുന്നു, അമ്മയുടെ പേരുകളെ ജപിക്കുന്നു എന്നാണ് ഇവിടെ 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പ്രാതർവദാമി ലളിതേ തവ പുണ്യനാമ കാമേശ്വരീതി കമലേതി മഹേശ്വരീതി ശ്രീശാംഭവീതി ജഗതാം ജനനീ പരേതി വാഗ്ദേവതേതി വചസാ ത്രിപുരേശ്വരീതി. അങ്ങനെ പ്രധാനമായ 5 ശ്ലോകങ്ങളും അവസാനിച്ചു. ഇനി ഫലശ്രുതി ഭാഗമാണ്. 6ാമത്തെ ശ്ലോകമാണ്. യശ്ലോകപഞ്ചകമിദം ലളിതാംബികായ സൗഭാഗ്യദം സുലലിതം പഠതി പ്രഭാതേ തസ്മൈ ദദാതി ലളിതാ ഝടിതി പ്രസന്ന വിദ്യാം ശ്രിയം വിമല സൗഖ്യമനന്ത കീർത്തിം. യാതൊരുത്തനാണോ ശ്ലോക പഞ്ചകം ഇദം, 5 ശ്ലോകങ്ങളോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ഇതിനെ, ഇതുവരെ പറഞ്ഞിട്ടുള്ള 5 ശ്ലോകങ്ങളെ ലളിതാംബികായ. ആരുടെ ശ്ലോകങ്ങളാണിത്? ആരെയാണിത് സ്തുതിക്കുന്നത്? ലളിതാംബികയെയാണ്.
ലോകത്തിൽ ക്രീഡിക്കുന്ന നമ്മുടെ മുഴുവൻ അമ്മയായിരിക്കുന്നവളായതുകൊണ്ട് ലളിതാംബിക, ആ അമ്മയുടെ പഞ്ചശ്ലോകം, ഈ പഞ്ചരത്ന സ്തോത്രത്തെ യാതൊരുത്തൻ, ഇതെങ്ങനെയുള്ള സ്തോത്രമാണ്? സൗഭാഗ്യദം, സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്നതാണ്. സുലലിതം, വളരെ ലളിതമായിരിക്കുന്നതാണ്, എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. വളരെ കഠിനമായ ഭാഷയൊന്നും ഇവിടെ പ്രയോഗിച്ചിട്ടില്ല. അപ്പൊ സുലലിതം, സൗഭാഗ്യദം, പഠതി പ്രഭാതേ, പ്രഭാതത്തിൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞ് കുളിച്ച് ശുദ്ധമായി നമ്മൾ എവിടെയാണോ ജപിക്കുന്നത് ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പ്രഭാതത്തിൽ നമ്മൾ ഈ 5 ശ്ലോകങ്ങളെ പഠിക്കുകയാണെങ്കിൽ, എങ്ങനെയുള്ള ശ്ലോകങ്ങളാണ്? ലളിതാംബികയെ സ്തുതിക്കുന്ന ശ്ലോകങ്ങളാണ്, സൗഭാഗ്യത്തെ നൽകുന്നവയാണ്, ലളിതമായ ശ്ലോകങ്ങളാണ്. അതിനെ പഠിക്കുകയാണെങ്കിൽ തസ്മൈ, അവനായിക്കൊണ്ട്, ദദാതി, നൽകുന്നു. ലളിത, ആരാണ് നൽകുന്നത്? ലളിതാ പരമേശ്വരി നൽകുന്നു. ഝടിതി, വളരെ പെട്ടെന്ന് നൽകുന്നു. പ്രസന്ന, പ്രസന്നയായിക്കൊണ്ട് നൽകുന്നു. അതായത് ഈ 5 ശ്ലോകങ്ങളാകുന്ന സ്തോത്രത്തെ, ലളിതാ പഞ്ചരത്നത്തെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ അമ്മ വളരെ പെട്ടെന്ന് തന്നെ പ്രസന്നയായി ഭവിക്കുന്നു. അപ്പൊ ഝടിതി പ്രസന്ന എന്നൊരു വാക്കായിട്ട് എടുക്കാം. പെട്ടെന്ന് തന്നെ അമ്മ പ്രസന്നയാകുന്നു. അതോടുകൂടി അമ്മ തസ്മൈ ദദാതി, ആ പഠിച്ചവന് അമ്മ നൽകുന്നു. എന്താണ് നൽകുന്നത്? വിദ്യാം ശ്രിയം, വിദ്യയെ നൽകുന്നു. എല്ലാ അറിവും, അവൻ ആവശ്യമുള്ള അറിവെന്ന്. അപ്പൊ ഓരോ വ്യക്തിക്കും ഓരോ അറിവാണ് ആവശ്യം. അവന് അവന്റെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് അറിവാണോ ആവശ്യം, ആ ആവശ്യത്തെ അവന് നൽകും. എല്ലാ അറിവും അവന് ക്രമേണ ലഭിക്കും. കാരണം പരമമായ അറിവ് അമ്മയുടെ അറിവ് തന്നെയാണ്, അതും ലഭിക്കും. അതുകൊണ്ട് വിദ്യാം ശ്രിയം, ഐശ്വര്യത്തെ അമ്മ നൽകും. വിമല സൗഖ്യം, വിമലമായിരിക്കുന്ന സൗഖ്യത്തെ നൽകും. സൗഖ്യം എന്നാൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വസ്തുവാണ്. സുഖം പൂർണ്ണമായിരിക്കുന്ന ഭാവമാണ് സൗഖ്യം, സുഖത്തിന്റെ അവസ്ഥയാണ് സൗഖ്യം. അത് വിമലമായിരിക്കുകയാണെങ്കിലും അതിനൊരു അല്പം പോലും കലർപ്പുണ്ടാവുകയില്ല. അതായത് ദുഃഖത്തിന്റെ കലർപ്പില്ലാത്ത സുഖം പരിപൂർണമായി അനുഭവിക്കാൻ അവന് സാധിക്കും. അതാണ് വിമല സൗഖ്യം. ഇവിടെ നമ്മൾ സുഖം നേടുമ്പോഴൊക്കെ ഒപ്പം തന്നെ ദുഃഖവും വരും. എന്നാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സുഖം ലഭിച്ചാൽ ആ സൗഖ്യം വിമലമായിരിക്കും. അപ്പൊ വിമല സൗഖ്യം, അനന്ത കീർത്തിൻ, അനന്തം, അന്തമില്ലാത്തത്, അവസാനമില്ലാത്ത കീർത്തിയെയും അമ്മ നൽകും. ലോകം മുഴുവൻ ആദരിക്കത്തക്ക വിധമുള്ള പ്രവൃത്തിയായിരിക്കും. അവൻ അത്രയും ശ്രേഷ്ഠമായ വ്യക്തിത്വമായി അവൻ പരിണമിക്കും. കാരണം അവന് വിദ്യയുണ്ടാവും, ശ്രീയുണ്ടാവും, വിമലമായ സൗഖ്യവും ഉണ്ടാവും. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിന് കീർത്തിയും ലഭിക്കും. അതെങ്ങനെയുള്ള കീർത്തിയായിരിക്കും? അനന്തമായ കീർത്തിയായിരിക്കും. അതിനൊരു അവസാനം ഉണ്ടാവുകയില്ല. അത്രയും കീർത്തിയെ അമ്മ പ്രദാനം ചെയ്യും. ഇത് പഠിച്ചാൽ മാത്രം മതി. അപ്പൊ ഈ പഞ്ചരത്ന സ്തോത്രത്തെ പഠിച്ചാൽ, ഇത് പഠിച്ചാൽ അമ്മ പെട്ടെന്ന് പ്രസാദിക്കും. അതുകൊണ്ടാണ് ഝടിതി പ്രസന്ന എന്ന് പറഞ്ഞത്. അങ്ങനെ പ്രസാദിച്ചു കഴിഞ്ഞാൽ അമ്മ ഈ പറഞ്ഞതൊക്കെ നൽകും. ഈ സ്തോത്രം ലളിതമായ സ്തോത്രമാണ്, ലളിതാ പരമേശ്വരിയെ കുറിച്ചുള്ള സ്തോത്രമാണ്. ഇത് സൗഭാഗ്യത്തെ നൽകുന്നതാണ്. എന്താണ് ആ സൗഭാഗ്യം? അതാണ് ഈ പറഞ്ഞത്, വിദ്യ ശ്രീ വിമല സൗഖ്യം അനന്ത കീർത്തി. ഇതാകുന്ന സൗഭാഗ്യത്തെ നൽകുന്നതാണ്. അതുകൊണ്ട് പ്രഭാതത്തിൽ ഇത് പഠിക്കണം. അപ്പൊ പഠിക്കാൻ വേണ്ടിയുള്ള പ്രേരണയായിട്ടാണ് ഈ ഫലശ്രുതി ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ആ വ്യക്തിക്ക് ലഭിക്കും. യശ്ലോക പഞ്ചകമിദം ലളിതാംബികായ സൗഭാഗ്യദം സുലലിതം പഠതി പ്രഭാതേ തസ്മൈ ദദാതി ലളിതാ ജഡിതി പ്രസന്ന വിദ്യാം ശ്രിയം വിമല സൗഖ്യമനന്ത കീർത്തിം. ഇതായിരുന്നു ആറാമത്തെ അവസാനത്തെ ശ്ലോകം. ഇത് ശ്രീമദ് ശങ്കര ഭഗവത കൃതൗ ശ്രീലളിതാ പഞ്ചരത്നം സമ്പൂർണം. ഇങ്ങനെ ശ്രീ ശങ്കര ഭഗവത് പാദർ രചിച്ചിട്ടുള്ള ശ്രീലളിതാ പഞ്ചരത്നം എന്ന സ്തോത്രം ഇവിടെ സമ്പൂർണമാകുന്നു. ഓം തത്സത്. അപ്പൊ ഇത് രചിച്ചിട്ടുള്ള ആചാര്യനെയും നമ്മൾ ഒന്നുകൂടി പ്രണമിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ കൃപ കൊണ്ടാണ് അമ്മയുടെ ഈ ഭാവം നമുക്ക് ലഭിച്ചത്, ഈ സ്തോത്രം നമുക്ക് ലഭിച്ചത്. ഇത് ജപിക്കുന്നതാകട്ടെ ശ്രീ ലളിതാ പരമേശ്വരിയെ സന്തോഷിപ്പിക്കാനാണ്. അമ്മ ഇത് കേട്ടാൽ പെട്ടെന്ന് സന്തോഷിക്കും എന്ന് ആചാര്യസ്വാമി തന്നെ ഇവിടെ ഫലശ്രുതിയെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. കാരണം ആചാര്യൻ ദീർഘദർശിയാണ്, സൂക്ഷ്മദർശിയാണ്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും കടഞ്ഞെടുത്തിട്ടുള്ള രത്നമാണ് ഇതിലെ ഓരോ ശ്ലോകവും. അപ്പൊ ആ രത്നങ്ങളെ ലോകമംഗളാർത്ഥം അദ്ദേഹം ഒരുക്കി വെച്ച് നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അത് ലഭിച്ച ഭാഗ്യവാന്മാരാണ് നമ്മൾ ഓരോരുത്തരും.
അപ്പോൾ ആ ഭാഗ്യത്തെ നന്നായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. അമ്മയുടെ ഈ ഭാവത്തെ എല്ലാം മനസ്സിൽ കൊണ്ടുവന്ന് അമ്മയെ പ്രണമിച്ചുകൊണ്ട് ഈ സ്തോത്രത്തെ പ്രഭാതത്തിൽ കുളിച്ചു ശുദ്ധമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞിട്ടുള്ള സൗഭാഗ്യങ്ങൾ മുഴുവനും നമുക്ക് ലഭിക്കും. അതുറപ്പാണ്. ആചാര്യസ്വാമികൾ സ്വയം നൽകുന്ന ഉറപ്പാണ്. അമ്മയുടെ മഹിമ തന്നെയാണ് അതിനുള്ള പ്രമാണം. അപ്പം അങ്ങനെ നമ്മൾ ഇത്രയും നേരം ധ്യാനിച്ചിട്ടുള്ള ഈ സ്തോത്രത്തിൻ്റെ ലളിതമായ വ്യാഖ്യാനത്തെ ആ ശ്രീ മഹാലളിതാ ത്രിപുര സുന്ദരിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി രക്ഷിക്കുക. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ. ഹരി ഓം.